ഹലോ നമസ്കാരം ഗൈസ്. ഇനി നമുക്കൊരു ചിക്കൻ ഫ്രൈ കൊടുക്കണം. ഓക്കെ. ഹലോ ഗൈസ്, നമസ്കാരം. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള ഐറ്റംസ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓൺ ആക്കി നോർത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോയേ, പക്ഷേ അപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ സ്റ്റക്കായിരിക്കുകയായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ അപ്പോഴത്തേക്ക് മസാല ഇതിലിട്ട് ഓൾറെഡി ഞാൻ ഇട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചേർത്തേക്കുന്ന മസാലയുടെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കൂടുതലാണ് ഞാൻ ആഡ് ചെയ്തേക്കാൻ ചിക്കൻ മസാല ഫ്രൈക്ക് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ ഗരം മസാല ഉള്ളവർ അത് ആഡ് ചെയ്യുക. ഞാൻ മീറ്റ് മസാലയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് ഞാൻ ഇളക്കി ഇത് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഓക്കെ, 5-10 മിനിറ്റ് നമുക്കിത് വെക്കാം. അത് പിടിക്കണമല്ലോ. പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലൊക്കെ നന്നായിട്ട് പിടിച്ചെങ്കിലേ നമുക്ക് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കടിച്ച് വലിക്കുമ്പം നല്ല അടിപൊളിയായിട്ടിരിക്കണ്ടേ. അപ്പോൾ നമുക്കതിൽ നന്നായിട്ട് പിടിക്കട്ടെ. കൂടുതലേക്കും വലിയ കഷ്ണങ്ങളെല്ലാമാണ് നമ്മൾ ഫ്രൈക്ക് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതൊരു 5 to 10 മിനിറ്റ്സ് നമുക്ക് വെക്കാം ഒന്ന് പിടിക്കാൻ. ഓക്കെ. അപ്പോൾ ഗൈസ്, ചിക്കൻ ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വെട്ടി തിളച്ച എണ്ണയിൽ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചിക്കൻ മുരിയട്ടെ. കുറച്ച് കൂളർ ഓഫ് ചെയ്ത് കൂളർ കുറച്ച് നമുക്കൊരു പാട്ട് പാടിയാലോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ലാ 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 ലാ. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തി
ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നുമെന്നും കൂടെയുണ്ടു നാഥൻ. ഭയപ്പെടേണ്ട നാം ഭയപ്പെടേണ്ട. ഇന്നുമെന്നും കൂടെയുണ്ടു നാഥൻ. ഭയപ്പെടേണ്ട നാം ഭയപ്പെടേണ്ട. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. തിരിതെളിയും മണിമുകിലിൽ സുരവില സൂര്യഗണം. കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം. ലോലലോലമാ നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിൻ്റെ വെണ്മ തോൽക്കുന്ന പൊന്നിലാവാണ് നീ. ലാലല ചുമ വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കനാണ് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങോട്ട് വറുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഗൈസ്. ഈ ടൈം എടുക്കുന്നു മൂത്ത് മുരിഞ്ഞ് വരട്ടെ. ചെറിയ കഷ്ണങ്ങളൊക്കെ മൂത്ത് വന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളെ ഇത്രയും ചിക്കൻ്റെ പീസസ് മൂക്കുന്നാണ് കാണിക്കുന്നത്. കാരണം ബാക്കി കൂടെ വരുമ്പോഴേക്കും ഇത്രയും ഉണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും നിങ്ങൾക്ക്. ഓക്കെ അപ്പം അപ്പോൾ ഞാൻ ഇത്രയും റെഡിയായിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിലൊക്കെ എക്സ്പേർട്സാണ് കേട്ടോ, എന്തുകൊണ്ടൊന്നും അല്ല. ഞാൻ പാചകത്തൊന്നും വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാൽ പിന്നെ ഒപ്പിച്ച് കൊണ്ട് പോകുന്നു എന്നേ ഉള്ളേ. പക്ഷേ എൻ്റെ വലിയ ആഗ്രഹമാണ് ഇങ്ങനെ കുക്കിംഗ് വ്ളോഗ് ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിതൊക്കെ കാണിക്കും. ഓക്കെ, നിങ്ങളത് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഷോർട്സും ലൈവും ഒക്കെ നമ്മുടെ വരുന്നുണ്ട്. ഓക്കെ, ടെമ്പററി ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ
കുക്കിംഗ് വ്ളോഗ് മാത്രം എടുക്കുന്നത്. നമുക്ക് കുക്കിംഗ് ചെയ്യുന്നതിനിടയ്ക്ക് എടുക്കാമല്ലോ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. എൻ്റെ മനസ്സിൽ എല്ലാടി ലാ 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 ലാ. ബുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായതുകൊണ്ട് ബുക്ക് കയറി ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മളിപ്പോൾ തകർത്തത്. ഓക്കെ, പിന്നെ ചിക്കൻ്റെ ഈ കാല് ഇച്ചിരി വലുതായിട്ട് നമ്മൾ പീസായിട്ട് കുറയ്ക്കുന്നത് ഇഷ്ടവുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഒരെണ്ണം മുരിഞ്ഞ് എന്നാലും മറ്റേ നമ്മൾ മുരിഞ്ഞ് വരുന്ന ദശയൊക്കെ നന്നായിട്ട് മൂക്കണ്ട. ചിക്കനൊക്കെ ഇപ്പോൾ വാങ്ങിക്കുന്നതൊക്കെ നന്നായിട്ട് മൂത്തേ എടുക്കാവും, അല്ലെങ്കിൽ നല്ല ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. നന്നായിട്ട് വേകാൻ നമുക്ക് മൊരിയാൻ നമുക്ക് കാലാണ് അത്രയുമേ കോട്ടിടാകത്തുള്ളൂ. ഒത്തിരി കോട്ട് ചെയ്ത് നമുക്ക് വെക്കാനും ഒക്കെയില്ല. അല്ലെങ്കിൽ പിന്നെ മാവിലൊക്കെ മുക്കി നമ്മൾ KFC മോളിലൊക്കെ ചെയ്യണം. ഓക്കെ, പക്ഷേ ഇവിടെ ചിലതൊക്കെ അങ്ങനത്തെ മോളിലൊക്കെ കഴിക്കുമ്പോൾ കഴിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓരോ പ്രോബ്ലംസാണ്. ഓക്കെ, അതുകൊണ്ട് സാധാരണ പോലെ മിതമായിട്ട് സ്പൈസസൊക്കെ ചേർത്താണ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്കറിയാവുന്ന ഒരു ബേക്കറിയിൽ നിന്ന് കട്ട്ലേറ്റ് വാങ്ങിച്ചു ഗൈസ്. എന്ത് വരുന്നത് വീടെല്ലാവർക്കും ബർഗറും ഒക്കെ വാങ്ങിച്ചാണ്. വീട് കഴിച്ചവർക്കൊക്കെ ഒടുക്കത്തെ ഗ്യാസായിരുന്നു. എൻ്റെ അമ്മോ ഒന്നും പറയണ്ട, ആകെ ഗ്യാസും പിടിച്ച് ചില ഫുഡ് പോയ്സണിങ് പോലെ അങ്ങായിപ്പോൾ. ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, കാരണം നമ്മൾ ആരുടെയും കച്ചവടം നമ്മൾ കാരണം നേരത്തെ പഴയ ബേക്കറിയാണ്. ഒരുപാട് നാൾ മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. അപ്പോൾ നമുക്കൊന്നും പറയാനും വയ്യ, എന്താ ചെയ്യുക. എന്നാൽ പിന്നെ കഴിച്ച ആൾക്കാർക്ക് ഒന്നും അതിനോട് പിടിച്ചില്ല. കട്ട്ലേറ്റും ബർഗറുമാണ് വാങ്ങിച്ചത്. ഏതാണ് പണി ഒന്നും അറിയത്തില്ല. രണ്ടും ഒന്നൊന്നര പണിയായിരുന്നു അത് കഴിച്ചവർക്ക് കൊടുത്തത്. അൺലിമിറ്റഡ് ഔട്ട് ഗോയിങ്ങും എന്താ പറയുന്നത്, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. A few moments later. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ മോഡലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കി ചിക്കൻ നമ്മളത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഈ മോഡലായിരിക്കും അത് ഫ്രൈ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വ്ലോഗ് ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വ്ലോഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയും ചിക്കൻ ഞാൻ ജസ്റ്റ് നമ്മൾ ആദ്യം ഇട്ട അത് എളുപ്പം വേകാൻ വേണ്ടി കുറച്ചിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കോട്ടിങ് ഇത് ഇച്ചിരി വേണമായിരുന്നു എന്ന് ഇവിടെ എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഇച്ചിരി വെളുത്തിരിക്കുന്നു, കാലായതുകൊണ്ട് കോട്ടിങ് അത്രയുമേ പറ്റുന്നുള്ളൂ നോക്കിയിട്ട്. ഓക്കെ, ബാക്കി അങ്ങ് ഓയിലിലായി. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. A few moments later. അപ്പോൾ ഗൈസ്, എൻ്റെ 2 വീഡിയോസും ചിക്കൻ കറിയുടെയും ചിക്കൻ ഫ്രൈഡേയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. കുറവുകളുണ്ടെങ്കിൽ പൊറുക്കാം. അപ്പം നമുക്ക് വേറൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.